ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത ഈസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഓപ്പൺ എഡിറ്റോറിയൽ സെഷനിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഡെമോക്രസീസ് പാരഡോക്സ്. സോ ഡെമോക്രസിയുടെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ബേസിസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മളുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് SIR ബന്ധപ്പെട്ട് നടക്കുന്ന പ്രക്രിയകളെ ഒന്ന് അവലോകനം ചെയ്യുകയാണ് ഈ ആർട്ടിക്കിൾ. ഓക്കെ, സോ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ, മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരു പ്രാവശ്യവും കൂടി ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് റിയലി ടോക്ക് അബൌട്ട് ദ സിറ്റിസൺഷിപ്പ്. എന്താണ്? സോ SIR നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വോട്ടേഴ്സ് ലിസ്റ്റിന്റെ തീവ്ര പരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ എന്റെ ഫസ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ നിങ്ങൾ സിറ്റിസൺ ആണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ട, അല്ലെങ്കിൽ സിറ്റിസൺ ആണെന്ന് തെളിയിക്കുന്നതിനുള്ള ആദ്യത്തെ രേഖ ഏതാണ്? നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ന് നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രേഖ എടുത്ത് തെളിയിക്കും? ആധാർ കാർഡ് കൊടുത്താൽ മതിയാവോ? പാസ്പോർട്ട് കൊടുത്താൽ മതിയാവോ? അല്ലെങ്കിൽ എന്താണ്, വോട്ടേഴ്സ് ID കാർഡ് കൊടുത്താൽ മതിയാവോ? ഇന്ത്യയില് ഒരു സിംഗിൾ ഡോക്യുമെന്റ് സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ യാഥാർത്ഥ്യം. പാസ്പോർട്ട് ഉണ്ട്, ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ പാസ്പോർട്ട് കൊടുക്കുകയുള്ളൂ. പക്ഷേ പാസ്പോർട്ട് സിറ്റിസൺഷിപ്പിന്റെ രേഖയല്ല. നമുക്കൊരു ഡോക്യുമെന്ററി പ്രൂഫ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം, ഒരു എവിഡൻസ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം. പക്ഷേ അത് വാലിഡ് ആയിട്ടുള്ള ഒരു സിറ്റിസൺഷിപ്പിന്റെ രേഖയല്ല. നിങ്ങളിപ്പോൾ കാനഡയിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ കാർഡ് കിട്ടും. നിങ്ങൾക്ക് ചിലപ്പോൾ PR കാർഡ് കിട്ടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കാർഡ് കിട്ടി, ഗ്രീൻ കാർഡ് കിട്ടി, അങ്ങനെയുള്ള ഡിഫറെന്റ് കാർഡുകളെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു രേഖ ഇന്ത്യയിൽ ഇല്ല. അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. സോ SIRന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ഇദ്ദേഹം, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഇദ്ദേഹം ഡീറ്റെയിൽ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. SIRന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ബർഡൻ ആരുടെ അടുത്തേക്കാണ് വരുന്നത്? സിറ്റിസൺസിന്റെ അടുത്തേക്കാണ്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. വി മെയ്ഡ് എ സ്റ്റേറ്റ്, നമ്മളൊരു രാഷ്ട്രം നിർമ്മിച്ചു, എന്നിട്ട് രാഷ്ട്രം നമ്മളോട് പറയാണ് നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം എന്ന് രാഷ്ട്രം നമ്മളോട് പറയാണ്. സോ അതൊരു പ്രോബ്ലം ആയിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. സോ ഇവിടെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആർഗ്യുമെന്റ്സിന് രണ്ട് വാദങ്ങളും ഉണ്ട്. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഹാസ് നോ അതോറിറ്റി ടു ഡിറ്റർമൈൻ സിറ്റിസൺഷിപ്പ്. കോടതിയിൽ കേസുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 324 325 ഒക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ സിറ്റിസൺഷിപ്പിന് മാത്രമേ വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 324 പറഞ്ഞിട്ടുണ്ട്. സോ അത് പ്രകാരം സിറ്റിസൺസ് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട് എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ചിലര് അവർക്ക് അധികാരമില്ല എന്ന് പെർട്ടിക്കുലർലി വാദിക്കുന്നുണ്ട്. സോ അത് കോടതിയിലിരിക്കുന്ന വിഷയമാണ്. സെക്കൻഡ് കേസ്, there is no legal provision to conduct such a massive nation-wide verification. അതും കോടതിയിലിരിക്കുന്ന വിഷയമാണ്. കാരണം എന്താണ്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്താനായിട്ട് സ്പെഷ്യൽ സമ്മറി റിവിഷൻസ് എല്ലാ വർഷവും നടക്കാറുണ്ട്. പക്ഷേ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കാനായിട്ടുള്ള പ്രൊവിഷൻ എവിടെയുണ്ട്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 സെക്ഷൻ 19, 20 സെക്ഷനുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ അതിന്റെയും ഡെഫിനിഷൻ, ഒരു ലീഗൽ ഡെഫിനിഷൻ ആരാണ് തരേണ്ടത്? കോടതികളാണ് തരേണ്ടത്. ഓക്കെ, സോ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പിന് ആധാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അവരുടെ സിറ്റിസൺഷിപ്പ് ആക്ടും ഫോറിനേഴ്സ് ആക്ട് 1946 എന്ത് തീരുമാനിക്കുന്നത്? സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു. സോ ലക്ഷ്മികാന്തിലെ എങ്ങടേക്ക് പോകണം നമ്മൾ? ലക്ഷ്മികാന്തിലെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകണം. സോ നിങ്ങൾക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള സെക്ഷനുകളിലാണ്, 10 വരെയുള്ള സെക്ഷനുകളിലാണ് എന്തുള്ളത്? നമ്മളുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 5 to 10 വരെയുള്ള മേഖലയിലാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്.
അവിടെ നമ്മൾ എത്ര തരത്തിലുള്ള സിറ്റിസൺഷിപ്പുകളെ കാണും? ആർക്കാണ് സിറ്റിസൺസ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം? കോഡ് എന്ന പാർലമെന്റിനാണ് അധികാരം, സ്റ്റേറ്റുകൾക്കല്ല. പാർലമെന്റിനാണ് സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള അധികാരം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഇദ്ദേഹം എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹം ഡിറ്റർമൈനിങ് വെദർ എ പേഴ്സൺ ഈസ് എ ഫോറിനർ ഈസ് എ ജോബ് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഓർ സിറ്റിസൺഷിപ്പ് ആക്ട്. മനസ്സിലായോ? സോ സിറ്റിസൺഷിപ്പ് ആക്ട് ഫോം ചെയ്യുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. സോ പാർലമെന്റിനാണ് അത് സിറ്റിസൺഷിപ്പ് ആരാണ് സിറ്റിസൺ അല്ലെങ്കിൽ ആരല്ല സിറ്റിസൺ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള അധികാരം വരുന്നത്. അല്ലാണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ അല്ല എന്നാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ ഇദ്ദേഹം രണ്ടാമത് പറയുന്ന കാര്യം സിറ്റിസൺഷിപ്പിന്റെ ക്രൈറ്റീരിയാസ് കാലം പോകും തോറും കൂടി വരികയാണ്. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് ടോപ്പിക്കുകളിലേക്ക് പോകണം. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ടു ബി സിറ്റിസൺസ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പ് എ പേഴ്സൺ ക്യാൻ അക്വയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഒരു പേഴ്സണ് ഏത് തരത്തിലൊക്കെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും? ഫസ്റ്റ് വൺ ഈസ് എന്താണ്? സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. ജനനത്തിലൂടെ നിങ്ങൾ സിറ്റിസൺഷിപ്പ് ആകുന്നു അല്ലെങ്കിൽ സിറ്റിസൺ ആകുന്നു. രണ്ട്, ബൈ ഡിസെന്റ്. ഓക്കെ, രണ്ട് ബൈ ഡിസെന്റ്. മൂന്നെന്താണ്? ബൈ രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ. പിന്നെന്താണ്? അക്വയറിംഗ് എ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഫോർ എക്സാമ്പിൾ നാളെ ശ്രീലങ്കയെ അക്വയർ ചെയ്യാണ്. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് തോന്നുവാണ് ശ്രീലങ്ക അക്വയർ ചെയ്തപ്പെട്ട ശ്രീലങ്കയുടെ പ്രദേശങ്ങളിലുള്ള എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ് എന്ന് പാർലമെന്റ് ഒരു എന്താണ് ആക്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺസ് ആകും. ഓക്കെ, സോ എങ്ങനെയൊക്കെയാണ്? ബർത്ത് ഉണ്ട്, ഡിസെന്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, നാച്ചുറലൈസേഷൻ ഉണ്ട്, ദെൻ എന്താണ്? അക്വയറിംഗ് ലാൻഡ് ഓർ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം. സോ ഇവിടെ അദ്ദേഹം പെർട്ടിക്കുലർലി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ബോൺ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ബർത്ത് വഴി സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? 1948 ഈ കാലഘട്ടങ്ങളിലാണ്, 47ലാണ് എന്ത് വന്നിട്ടുള്ളത്? 47ലാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, സോ 1987 വരെയുള്ള കാലഘട്ടങ്ങളിലാണെങ്കിൽ നിങ്ങൾ എന്തായാൽ മതി? നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ച ഒരാളായാൽ മതി. നിങ്ങളുടെ പാരൻസിന്റെ എന്താണ് സിറ്റിസൺഷിപ്പ് അവിടെ വലിയ പ്രാധാന്യമില്ല, ചില കേസുകളിൽ ഒഴിച്ച്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക് പലർക്കും സംശയം വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. സോ നിങ്ങൾ 1987 മുൻപ് ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ പാരൻസിന്റെ സ്റ്റാറ്റസ് ഇറലവന്റ് ആണ്, ചില കേസുകളിൽ ഒഴിച്ച്. അതായത് നിങ്ങൾ എന്താണ് ഇന്ന പെർട്ടിക്കുലർ ഡേറ്റ് ജൂലൈ 21 1948 ശേഷം ഇന്ത്യയിലേക്ക് വന്നവരാണെങ്കിൽ അല്ലെങ്കിൽ 1948 ജൂലൈ 21 മുൻപ് എങ്ങടാണ് ഇന്ത്യയിലേക്ക് വന്നവരാണെങ്കിൽ യു വിൽ ബി ഓട്ടോമാറ്റിക്കലി സിറ്റിസൺ. അതെന്താ 1948 ജൂലൈ 20 എന്നുള്ള ഡേറ്റ് വെച്ചിരിക്കുന്നത്? അതായത് 1947 ഓഗസ്റ്റ് 15 നമ്മളുടെ ഡിവിഷൻ സംഭവിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ തിങ്ക് ദാറ്റ്, മാത്യു എന്ന് പറയുന്ന പേഴ്സൺ തിങ്ക് ചെയ്യാണ്, ഞാനൊന്ന് പാകിസ്ഥാൻ വരെ ഒന്ന് പോയി നോക്കാം. എന്തായാലും അൺഡിവൈഡഡ് ഇന്ത്യ ആയിരുന്നല്ലോ, ഞാനൊന്ന് പാകിസ്ഥാൻ വരെ പോയേക്കാം. അവിടത്തെ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അത്ര വലിയ രസമില്ല എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ തിരിച്ചു വന്നു ഇന്ത്യയിലേക്ക്. എനിക്ക് അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമോ? ഡെഫിനറ്റ്ലി സിറ്റിസൺഷിപ്പ് കിട്ടും. നിങ്ങൾ അന്ധകാലത്ത്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ എന്തായിരിക്കണം? നിങ്ങൾ ജൂലൈ 21 മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1948 ജൂലൈ 21 മുന്നേ ഇന്ത്യയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം സിറ്റിസൺസ്. അല്ലെങ്കിൽ എന്താണ്? നിങ്ങളുടെ ഡിസെന്റ് ഒന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ആ പെർട്ടിക്കുലർ പാർട്ട്, ഫസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് മച്ച് ഇറലവന്റ് ബിക്കോസ് പാർട്ടീഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 75-80 വർഷങ്ങളുടെ അടുത്താവാനായിട്ട് പോവുകയാണ്. 76 വർഷങ്ങളായി പാർട്ടീഷൻ കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ആ ഒരു ഭാഗം ഇറലവന്റ് ആണ്. പക്ഷേ ഈ ഒരു ഭാഗത്തിന്റെ തുടർച്ചയായിരുന്നു 1987 വരെ.
നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആകണമെങ്കിൽ, ബർത്ത് കൊണ്ട് നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവണമെങ്കിൽ നിങ്ങളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ ബർത്ത് എന്തല്ല, ബർത്ത് ഇറലവന്റ് ആണ്. ഫോർ എക്സാമ്പിൾ കാനഡയ്ക്ക് ഒരു നിയമമുണ്ട്. നിങ്ങൾ PR സിറ്റിസൺ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പെർമനന്റ് റെസിഡന്റ് ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ മക്കൾ അവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ സിറ്റിസൺ ആവും. മനസ്സിലാകുന്നുണ്ടോ? സോ അവർ ഓട്ടോമാറ്റിക്കലി സിറ്റിസൺ ആവും. USA കേസ് എനിക്ക് പെർട്ടിക്കുലർലി ആസച്ച് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെയും ഇതുപോലെ ഒരു പ്രൊവിഷൻ ഉണ്ട് ബൈ ബർത്തിന്. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രൊവിഷൻ എന്തായിരുന്നു? ഇന്ത്യയിലുള്ള പ്രൊവിഷൻ നിങ്ങളുടെ ലീനിയേജ് അല്ലെങ്കിൽ പ്രൊജനി 1987 വരെ ഇറലവന്റ് ആണ്. പക്ഷേ 1987 മുതൽ 2004 വരെയുള്ള കാലഘട്ടങ്ങളിൽ, സോ ഇഫ് യു ആർ എ പേഴ്സൺ ബോൺ ആഫ്റ്റർ 1987, സോ ഒരു 2K കിഡ് ആണ് അല്ലെങ്കിൽ ഒരു 80s 90s വസന്തങ്ങളാണ് നമ്മളെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ പിതാവിന്റെ അല്ലെങ്കിൽ നമ്മളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ ഏതെങ്കിലും ഒരാള് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. എങ്ങനെയാണ്? നമ്മളുടെ പിതാവോ മാതാവോ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പക്ഷേ 2004 ഒരു മേജർ അമെന്റ്മെന്റ് നമ്മൾ കൊണ്ടുവന്നു. സോ അത് പ്രകാരം 2004 തുടങ്ങിയുള്ളവർ എന്ത് ചെയ്യണം? മാതാവും പിതാവും, ഒന്നില്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആരായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ദെൻ അതർ പാർട്ടി വിച്ച് മീൻസ് പിതാവാണെങ്കിൽ പിതാവ് സിറ്റിസൺ ആയിരിക്കണം. മാതാവ് എന്തായിരിക്കണം? മാതാവ് ഇല്ലീഗൽ മൈഗ്രന്റ് ആകാനായിട്ട് പാടില്ല. വിച്ച് മീൻസ് രണ്ടു പേരുടെയും ലീനിയേജ് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യും. സോ അത് സ്ട്രിക്റ്റർ ആകുന്നത് കണ്ടോ? നിങ്ങൾ ആ ഒരു പ്രോസസ്സ് സ്ട്രിക്റ്റർ ആകുന്നത് കണ്ടോ? എന്തായിരുന്നു? ആദ്യം നിങ്ങൾ ജനിച്ചാൽ മാത്രം മതി. ഇന്ത്യയിൽ നിങ്ങൾ ജനിച്ചിട്ടുണ്ട്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി എ സിറ്റിസൺ. പക്ഷേ 1987 ശേഷം എന്ത് സംഭവിച്ചു? നിങ്ങൾ ജനിച്ചത് ഇന്ത്യയുടെ സിറ്റിസൺ ആകാനായിട്ടുള്ള അവകാശമല്ല. നിങ്ങളുടെ ജനനം ഒരു അവകാശമല്ല, മറിച്ച് നിങ്ങളുടെ ജനനത്തെ ഇല്ലീഗാലിറ്റി ഒന്നുമില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. വിച്ച് മീൻസ് whether your father has a citizen of India or your mother has a citizen of India. അതർ കൗണ്ടർ പാർട്ടിന് കുഴപ്പമുണ്ടായിരുന്നു. 2004 ആയപ്പോഴേക്കും കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആയി. നിങ്ങളിവിടെ ജനിച്ചാൽ പോരാ, നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് സിറ്റിസൺ ആയാൽ പോരാ. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പിതാവോ മാതാവോ ആരാണോ സിറ്റിസൺ അല്ലാത്തത് അവർ ഇല്ലീഗൽ മൈഗ്രന്റ് ആകാൻ കൂടി പാടില്ല. അങ്ങനെ ഇല്ലീഗൽ മൈഗ്രന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലീഗൽ മൈഗ്രന്റ് ആണ് എങ്കിൽ നമ്മൾക്കും സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല. സോ അതാണ് നമ്മളുടെ സിറ്റിസൺഷിപ്പിനുള്ള കറന്റ്ലി ഉള്ള റൂള്. ഓക്കെ, സോ അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ടാണ് ഇന്നത്തെ ആർട്ടിക്കിളിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ അതാണ് ഞാൻ ഈ ഒരു ബൈ ബർത്തിന്റെ കാര്യം എടുത്തത്. ദെൻ ബൈ ഡിസെന്റ്. സോ എന്റെ പിതാവോ മാതാവോ എന്ത് ചെയ്യണം? എന്റെ പിതാവോ മാതാവോ പുറത്തുള്ളവരാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഇന്ത്യൻ ലീനേജ് ഉണ്ട്, എനിക്കൊരു ഇന്ത്യൻ പാരമ്പര്യമുണ്ട്. പക്ഷേ ഞാൻ ഇന്ത്യയിലൊന്നുമല്ല, പുറത്താണ് താമസിക്കുന്നത്. UK-യിലോ കാനഡയിലോ USA-യിലോ ഒക്കെയാണ് താമസിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു അവസരത്തിൽ എനിക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാൻ പറ്റുമായിരുന്നു. 1992 വരെ എനിക്ക് വേണമെങ്കിൽ ആവാമായിരുന്നു, ഒരു കുഴപ്പമില്ല. എന്റെ സിറ്റിസൺഷിപ്പിന്റെ ഒരു പ്രൂഫ് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ എന്റെ ഒരു ഓറിജിനിന്റെ പ്രൂഫ് കാണിച്ചാൽ മതി. പക്ഷേ 2004 വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1992 കാലഘട്ടം വരെ ഫസ്റ്റ് ഫേസ് അവിടെ വേണമെങ്കിൽ ആകാമായിരുന്നു. പക്ഷേ 2002 വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്താണ്? രണ്ട് പാരന്റ്സിന്റെയും എന്താണ് സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ മാത്രമാണ്, ആ ലീനിയേജ് കാണിക്കുമ്പോൾ മാത്രമാണ് എനിക്കും സിറ്റിസൺഷിപ്പ് ആകാനായിട്ട് പറ്റുക. 2004 ശേഷമോ എന്റെ പാരമ്പര്യം കൊണ്ട് എനിക്ക് കാര്യമുണ്ടോ? പാരമ്പര്യം കൊണ്ട് എനിക്ക് കാര്യമില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡിസെന്റ് വഴി സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യുന്നത് പുറത്താണെന്ന് വിചാരിക്കും. ഞാനൊരു UK റെസിഡന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തുണ്ട്? ഇന്ത്യൻ ഓറിജിൻ ഉണ്ട്. ഓക്കെ, എനിക്കൊരു കുട്ടി ജനിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവരെ ഇത്ര ദിവസത്തിനുള്ളിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇന്ത്യൻ കോൺസുലേറ്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇന്ത്യൻ കോൺസുലേറ്റിൽ കൊണ്ടുപോയിട്ട് രജിസ്ട്രേഷൻ നടത്തണം. വിച്ച് മീൻസ് ദ ബർത്ത് രജിസ്ട്രേഷൻ ഷുഡ് കണ്ടക്ട് ഇൻ ദ ഇന്ത്യൻ കോൺസുലേറ്റ്. അല്ലാണ്ട്
എന്താണ് കാനഡയിലോ അല്ലെങ്കിൽ UK പോയിട്ട് അവിടത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഞാൻ ഇവിടേക്ക് അയച്ചു കൊടുത്താൽ പോരാ. പകരം ഞാൻ എൻ്റെ കുട്ടിയെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് കാണിക്കുന്ന രീതിയിൽ 1 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ കൊണ്ടുപോയിട്ട് ബർത്ത് രജിസ്റ്റർ ചെയ്യണം. ആ സമയത്ത് നമ്മൾ സത്യവാങ്മൂലവും കൊടുക്കണം. എന്ത് കൊടുക്കണം? മറ്റൊരു കൺട്രിയുടെ പാസ്പോർട്ടോ വേറെ കാര്യങ്ങളോ ഒന്നും ഈ കുട്ടി ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ, വേറൊരു കൺട്രിയുടെയോ സിറ്റിസൺ അല്ല എന്നുള്ള രീതിയിൽ ഒരു സത്യവാങ്മൂലം കൂടിയിട്ട് നമ്മൾ അവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ ബൈ ഡിസെന്റ് കറന്റ്ലി എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? ഡിസെന്റ് വഴി, പാരമ്പര്യം വഴി. സോ എന്റെ പാരമ്പര്യം തെളിയിച്ചാൽ ഞാൻ ഓൾറെഡി ഇവിടെ ജനിക്കാത്ത ഒരാളാണ്, പക്ഷേ എനിക്ക് പാരമ്പര്യമുള്ള ആളുകൾ ഇന്ത്യയിൽ കാണാനായിട്ട് പറ്റും. അതുവഴിയാണെങ്കിൽ ജനിച്ച 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം, ഇല്ലെങ്കിൽ കറന്റ്ലി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ബൈ ഡിസെന്റ്. ബൈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. എന്താണ് ബൈ രജിസ്ട്രേഷൻ? നിങ്ങളൊരു ഓവർസീസ് സിറ്റിസൺ ആണെങ്കിൽ, നിങ്ങൾ എന്താണ് ഓവർസീസ് സിറ്റിസൺസ് കാർഡ് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇത്ര ദിവസം ഇന്ത്യയിൽ വന്ന് താമസിക്കാം. 7 വർഷം ഇന്ത്യയിൽ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓർഡിനറി റെസിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വഴി സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇന്ത്യൻ ഒറിജിൻ ആണ് അല്ലെങ്കിൽ ഓവർസിയർ സിറ്റിസൺഷിപ്പ് കാർഡ് ഹോൾഡർ ആണ്. ഓവർസിയർ സിറ്റിസൺഷിപ്പ് കാർഡ് ഹോൾഡർ ആണെങ്കിൽ 5 വർഷം നിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചാൽ മതി. ഓക്കെ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 7 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ദെൻ നാച്ചുറലൈസേഷൻ. ഗവൺമെന്റ് നാച്ചുറലൈസേഷൻ ചെയ്തു കൊടുക്കും. എപ്പോഴാണ്? നിങ്ങൾ 14 വർഷം ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യയിലെ ഒരു ഓർഡിനറി റെസിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് നിങ്ങൾ റിനൗൺസ് ചെയ്തു എന്ന് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ റൈറ്റ്. എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് തരാം. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് യുവർ റൈറ്റ്. കാരണം എന്താണ്? നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ച ആളല്ല. ഇന്ത്യയിൽ ജനിച്ച ആളുകൾ തന്നെ പിതാവിന്റെയും മാതാവിന്റെയും ലീനിയേജ് കണ്ടുപിടിച്ചിട്ടാണ് സിറ്റിസൺഷിപ്പ് വാങ്ങിക്കുന്നത്. അപ്പോ ഇന്ത്യയിൽ ജനിക്കാത്ത ഒരാള് നാച്ചുറലൈസേഷൻ വഴി കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ വാങ്ങിച്ചുകൊള്ളണം. ഇതാണ് ഇന്ത്യയിലെ റൂൾ. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്? 2019 വലിയ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു ആക്ട് ആയിരുന്നു സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടുകൾ. അത് പ്രകാരം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ദെൻ അഫ്ഗാനിസ്ഥാൻ റീജിയനുകളിൽ നിന്നുള്ള റിലീജിയസ് പേഴ്സിക്യൂഷനുകൾ അനുഭവിച്ചിട്ടുള്ള, എന്താണ്? റിലീജിയസ് പേഴ്സിക്യൂഷനുകൾ അനുഭവിച്ചിട്ടുള്ള ഹിന്ദു, സിഖ്, പാഴ്സി, ബുദ്ധ ആൻഡ് ജൈന വിഭാഗം. ജൈന ഉണ്ടോ? ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഒന്ന് റീചെക്ക് ചെയ്യുക. സോ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന ആൻഡ് പാഴ്സി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. സോ അവര് ഒരു റിലീജിയസ് മൈനോറിറ്റി ആണ്, അല്ലെങ്കിൽ റിലീജിയസ്ലി പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റി ആണ് എങ്കിൽ അവര് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും? അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. അപ്പോ ഇവര് ഓൾറെഡി എങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നാച്ചുറലൈസേഷൻ വഴി, അതായത് നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞല്ലോ, 1 ബർത്ത്, 2 ഡിസെന്റ്, 3 എന്താണ്? 3 രജിസ്ട്രേഷൻ, 4 നാച്ചുറലൈസേഷൻ പറഞ്ഞു. നോർമലി എല്ലാവർക്കും 14 വർഷം കാത്തിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലൈസേഷൻ വഴി കിട്ടിക്കൂടെ? തീർച്ചയായിട്ടും കിട്ടാം. പക്ഷേ ഈ റിലീജിയസ്ലി പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസ് ആണ്, ഹിന്ദു, സിഖ്, പാഴ്സീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നാച്ചുറലൈസേഷന്റെ കാലാവധി എത്ര വർഷമായിട്ട് ചുരുങ്ങും? പകുതിയായിട്ട് ചുരുങ്ങും. വിച്ച് മീൻസ് 7 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? 7 വർഷം കൊണ്ട് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അതാണ് നമ്മളുടെ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് പ്രകാരമുള്ള റിലീജിയസ്ലി പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള അമെൻഡ്മെന്റ് കൊണ്ടുവന്നു. അതിൽ പലരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു ഇന്ത്യയിൽ നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ തീം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നു തീം? തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലൈസേഷൻ വഴി കിട്ടേണ്ട പ്രോസസ്സ്. ഇഫ് യു ആർ എ പേഴ്സൺ who wants to naturalize your citizens, you should have to wait for 14 years. 14 വർഷം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം.
പക്ഷേ ഇഫ് യു ആർ എ റിലീജിയസ്ലി പെർസിക്യൂട്ടഡ് ഫ്രം ദ കമ്മ്യൂണിറ്റീസ് ഓഫ് ഹിന്ദു, സിഖ്, പാഴ്സി, ജൈൻ ആൻഡ് ബുദ്ധ, ഈ കമ്മ്യൂണിറ്റികളിൽ നിന്ന് വരുന്ന 3 രാജ്യം, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് നാച്ചുറലൈസേഷൻ വഴി കിട്ടും. പക്ഷേ അതിന് 14 വർഷം വെയിറ്റ് ചെയ്യേണ്ട, 7 വർഷം കൊണ്ട് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ടുള്ള പരിപാടികളായിരുന്നു സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതാണ് ആ ഒരു തീം ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല തീം ഉണ്ടായിരുന്നത്, അതിന്റെ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വേർഷൻസുകൾ ഉണ്ട്. സോ ബേസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക, ഇതിലായിരുന്നു. സോ ഈ നാച്ചുറലൈസേഷൻ പ്രോസസ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ്, ബാക്കിയുള്ളതിലെല്ലാം എന്ത് പറഞ്ഞിട്ടുണ്ട്? റിലേഷൻസ് പറഞ്ഞിട്ടുണ്ട്, പ്രൊജെനി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാലും ഡിസെന്റ് ആയി കഴിഞ്ഞാലും ബർത്ത് ആയി കഴിഞ്ഞാലും നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്തിരിക്കുകയാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ. The Constitution of India empower the state, center and the state to enact laws for matters relating to the grant of citizenship. Basic question. സാർ എന്താ നമ്മളെ കളിയാക്കുവാണോ ഇങ്ങനെയുള്ള ചീള് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്? എന്താണ് ഇതിൽ തെറ്റ്? സെന്ററിനും സ്റ്റേറ്റിനും അധികാരമില്ല. സെന്ററിന് മാത്രം, പെർട്ടിക്കുലർലി പാർലമെന്റിനാണ് സിറ്റിസൺഷിപ്പ് നിയമങ്ങൾ പാസ്സാക്കാനായിട്ടുള്ള അധികാരങ്ങളുള്ളത്. സോ ലക്ഷ്മികാന്തില് ഫസ്റ്റ് പേജിൽ തന്നെ കിടക്കുന്നുണ്ട് സിംഗിൾ സിറ്റിസൺഷിപ്പ്. അത് നമ്മൾ ആരായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ UK-യുടെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയിട്ട് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന്, പെർട്ടിക്കുലർലി പാർലമെന്റിനാണ് അധികാരങ്ങൾ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, an individual who migrated to Pakistan from India during partition and returned back later cannot become a citizen of India. ശരിയാണോ? അതായത് പാർട്ടീഷന്റെ സമയത്ത് പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, പിന്നെ തിരിച്ചു വന്നു ഇദ്ദേഹം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവർക്ക് ഒരിക്കലും സിറ്റിസൺ ആകാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അല്ല, നിങ്ങൾ ജൂലൈ 21, 1948 മുന്നേ ആണ് വന്നിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, യു ഓട്ടോമാറ്റിക്കലി ബിക്കം എ സിറ്റിസൺ. അതിനുശേഷമാണ് നിങ്ങൾ തിരിച്ചു വന്നിരുന്നതെങ്കിൽ നിങ്ങളുടെ പിതാവോ മാതാവോ അൺഡിവൈഡഡ് ഇന്ത്യയിലെ ഭാഗവാക്കുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താകും? സിറ്റിസൺ ആകും. പക്ഷേ നിങ്ങൾ അൺഡിവൈഡഡ് ഇന്ത്യയിൽ നിങ്ങളുടെ പിതാവും മാതാവും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ മാത്രം വേറെ പ്രശ്നങ്ങളൊന്നും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ അതൊരു ബേസിക് ക്വസ്റ്റൻ ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ക്വസ്റ്റൻ ആണ്. രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഇത്രയും ഡീപ്പായിട്ടൊന്നും പോവില്ല. ഓക്കെ, സോ ഇതൊന്ന് നോക്കുക. ദ ചിൽഡ്രൻ ഓഫ് ഫോറിൻ ഡിപ്ലോമാറ്റ് പോസ്റ്റഡ് ഇൻ ഇന്ത്യ ക്യാൻ അക്വയർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. അതായത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ഒരു വക്താവ് ഇന്ത്യയിൽ താമസിക്കുകയാണ്. ഇന്ത്യയിൽ അദ്ദേഹത്തിന് കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് ഇന്ത്യൻ ബർത്ത് സിറ്റിസൺഷിപ്പ് കിട്ടണോ, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുമോ? കിട്ടില്ല. കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കി. നിങ്ങൾ UPSC ഒന്നും പഠിക്കണ്ട. അതായത് ഇന്ത്യൻ IFS, നിങ്ങൾക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ് കിട്ടി, നിങ്ങൾ അമേരിക്കൻ കോൺസുലേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ ഒരു കുട്ടി ഉണ്ടായി. നാളെ പോയിട്ട് അമേരിക്കൻ സിറ്റിസൺ ആകണം എന്ന് ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാരെന്ത് ചെയ്യും? അത്രേ ഉള്ളൂ കേസ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരു ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ആയി, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എലിമിനേറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ആൻ ഇൻഡിവിജ്വൽ ക്യാൻ അക്വയർ ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ബൈ രജിസ്ട്രേഷൻ ഇഫ് ഹി ഈസ് ആൻ ഇന്ത്യൻ ഒറിജിൻ ഇൻഡിവിജ്വൽ ഹു ഈസ് ഓർഡിനറിലി റെസിഡന്റ് ഇൻ എനി കൺട്രി. സോ അക്വയർ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ബൈ രജിസ്ട്രേഷൻ ഇഫ് ഹി ഈസ് ആൻ ഇന്ത്യൻ ഒറിജിൻ ഇൻഡിവിജ്വൽ. ഇന്ത്യൻ ഒറിജിൻ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം. ഹു ഈസ് ഓർഡിനറിലി റെസിഡന്റ് ഇൻ എനി കൺട്രി ഓർ പ്ലേസ് ഔട്ട്സൈഡ് അൺഡിവൈഡഡ് ഇന്ത്യ. ഓക്കെ, സോ അദ്ദേഹത്തിന് എന്തിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? അദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണല്ലോ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഫാക്ടിൽ പറയുന്നത്. നിങ്ങൾ ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യണം. എങ്കിൽ നിങ്ങൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കണം.
നിങ്ങൾക്ക് ഓവർസീർ സിറ്റിസൺഷിപ്പ് കാർഡ് ഇല്ല എങ്കിൽ നിങ്ങൾ 7 വർഷം ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുപോയി കൊടുക്കണം. സോ നിങ്ങളുടെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുവരുവാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ നടക്കുന്നത്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ഞാൻ ആൻസർ പറഞ്ഞു. എ പേഴ്സൺ രജിസ്റ്റേർഡ് as an overseer citizenship of India card holder, OCI card holder, for 5 years and ordinarily residing in India for 12 months is eligible for grant of Indian citizenship. So 5 വർഷമായിട്ട് ഓവർസിയർ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ ആണ്. 1 വർഷം ഇന്ത്യയിൽ സ്ഥിരമായിട്ട് ഓർഡിനറിലി റെസിഡന്റ് ആയിട്ട് താമസിക്കും. സോ മാറ്റമൊന്നുമില്ലാണ്ട്, അതായത് പുറത്തേക്ക് പോകാണ്ട് ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. ഓക്കെ, സോ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഈ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെയ്ഗ് ടേം. പല ആക്ടുകളും ഇതിനെ പലതായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട് ഓർഡിനറി റെസിഡന്റ് ആകേണ്ടത് എങ്ങനെയാണ്? ഡിഫറെന്റ് കാര്യങ്ങൾ പറയുന്നു. 7 വർഷം, 5 വർഷം, ദെൻ നിങ്ങൾ നമ്മളുടെ നാച്ചുറലൈസേഷൻ വഴിയാണെങ്കിൽ 14 വർഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർഡിനറി റെസിഡന്റ് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇൻകം ടാക്സിന്റെ അണ്ടറിലും ഒരു ഓർഡിനറി റെസിഡൻസ് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 182 ദിവസം, വിച്ച് മീൻസ് ഏകദേശം ഒരു 3 മാസത്തോളം ഇന്ത്യയിൽ 6 മാസത്തോളം ഇന്ത്യയിൽ താമസിച്ച ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ടാക്സ് ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ അതിനെയാണ് ഇൻകം ടാക്സിന്റെ അണ്ടറിൽ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്നത്. ദെൻ വേറെ പല നിയമങ്ങളിലും ഓർഡിനറി റെസിഡന്റ് പറയുന്നുണ്ട്. സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓരോ നിയമത്തിന്റെ അണ്ടറിലും ഈ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ നമ്മൾ SIR-മായി ബന്ധപ്പെട്ട് എന്താണ് ഓർഡിനറി റെസിഡന്റ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദ പേഴ്സൺ ഹു ഹാസ് എ ഡ്വെല്ലിംഗ് ഹൗസ്. നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ വോട്ട് ചെയ്യുന്നത് ആ സ്ഥലത്ത് ഒരു ഡ്വെല്ലിംഗ് ഹൗസ് ഉണ്ടായിരിക്കും. സോ ഡ്വെല്ലിംഗ് ഹൗസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകണം എന്നാണോ? അല്ല, നിങ്ങളുടെ പേരിൽ അവിടെ ഒരു വീട് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് വാടകയ്ക്ക് വേണമെങ്കിൽ താമസിക്കാം. ഇന്ത്യയിൽ വീടില്ലാത്തവർ വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷം പേര് SIR ഒന്നും ഇല്ലാണ്ട് തന്നെ പുറത്താകും എന്ന് നിങ്ങൾക്കറിയാവോ? സോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു എ കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്താണ്, ഡിജിറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം മായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റൻ. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം? സോ ഒന്ന് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഞാനത് ലീവ് ചെയ്യാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ മാത്രമാണ്. ഓക്കെ, സോ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. എന്തൊന്ന് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഈ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ റഷ്യ സബ്മിറ്റ്സ്. സോ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരികയാണ്. നമ്മളുടെ 22nd ഇൻഡോ റഷ്യൻ സബ്മിറ്റുമായി ബന്ധപ്പെട്ട് 23ാമത്തെ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ സബ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ ഏതെങ്കിലും ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? സോ സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് വിട്ടേക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നത്? ഫസ്റ്റ് പാരഗ്രാഫ് നമ്മളുടെ എന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. റഷ്യ നമ്മളുടെ യുദ്ധം നടക്കുകയാണ്, യുക്രൈൻ യുദ്ധം നടക്കുകയാണ്, US-ന്റെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളും റെലവൻസ് ഒക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് ദ പില്ലേഴ്സ് ഓഫ് ടൈസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പോയിന്റ്, എക്കോണമിക് റിലേഷനിൽ എന്തായിരുന്നു നമ്മളുടെ ടൈസിന്റെ പില്ലേഴ്സ്? 100 ബില്യണിലേക്ക് നമ്മളുടെ ടൈസ് ഉയർത്തുക, ദെൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, ദെൻ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് എന്താണ് എക്കോണമിക് കൊറിഡോർ, ഇതെല്ലാമാണ് നമ്മളുടെ ഈ ഡിസ്കഷനിൽ പറഞ്ഞത്. ദെൻ ഡിഫൻസ് റിലേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞത്? S-400, ബ്രഹ്മോസ്, ഇതൊക്കെ പറയാനായിട്ടുള്ളൂ. ന്യൂക്ലിയർ എനർജി, കൂടംകുളം, എക്സാമ്പിളുകൾ അടിക്കുക, ക്ലോസ് ചെയ്തിരിക്കുക. സോ ഇത്രയും ഉള്ളൂ നമ്മളുടെ ഇൻഡോ റഷ്യ റിലേഷനുകളിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ കഴിഞ്ഞ ദിവസം എന്നോടൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈ വ്ളാഡിവോസ്റ്റോക്ക്? സോ വൈ വ്ളാഡിവോസ്റ്റോക്ക്, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക്? സോ വ്ളാഡിവോസ്റ്റോക്ക് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യയുടെ തീരത്തുള്ള ഒരു പോർട്ടാണ്. റഷ്യയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യക്ക് പെർട്ടിക്കുലർലി ഇത്ര വലിയ കൺട്രിയാണ്, നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരറ്റം തുടങ്ങി തൊട്ടപ്പുറത്തെ പിക്ചറിലുണ്ട്.
ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ കിടക്കുന്ന കൺട്രിയാണ്. പക്ഷേ ഇവർക്ക് പെർട്ടിക്കുലർലി പോർട്ടുകളില്ല. കാരണം മുകളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഒരിക്കലും നമുക്ക് അങ്ങടേക്ക് കപ്പലുകൾ അടുപ്പിക്കാനായിട്ട് പറ്റില്ല. ദെൻ നമ്മളുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ഈസ്റ്റേൺ സൈഡ് അല്ല വെസ്റ്റേൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ പെർട്ടിക്കുലർലി യൂറോപ്യന്റെ പല കൺട്രീസും നമ്മളുടെ വെസ്റ്റേൺ ബൗണ്ടറി സഫോക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈസ്റ്റേൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, സോ ചൈനയുടെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മേജർ പോർഷനും ജപ്പാന്റെ ഒരു ഏരിയ, വിച്ച് മീൻസ് ഇവിടെ എല്ലാം ഐലൻഡ് കൺട്രീസ് ആണ്. നിങ്ങൾ ഈ കാണുന്നത് ഇത് ഏത് സീ ആണ്? പസഫിക് ഓഷ്യൻ ആണ്. ഓക്കെ, പസഫിക് ഓഷ്യൻ. സോ പസഫിക് ഓഷ്യന്റെ ഈ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഭാഗം, അതിന്റെ മേജർ ഏരിയാസും ഇവിടെയാണ്. സോ നിങ്ങൾ വോൾക്കാനിസം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെറ്റോമോർഫോളജി പഠിച്ചിട്ടുണ്ട്. അവിടെ ഈ വോൾക്കാനോസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐലൻഡുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഒരു മേജർ ജിയോമോർഫോളജി പ്രോസസ്സ് കാരണം റഷ്യയുടെ ഈസ്റ്റേൺ സൈഡ് ഫുള്ള് ഈ ചെറിയ ചെറിയ തുരുത്തുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. കുറിൽ ഐലൻഡുകളാണെങ്കിലും, ദെൻ USA കണക്ട് ചെയ്യുന്ന മറ്റ് ഒരു ഐലൻഡ് ഉണ്ടല്ലോ, റഷ്യ USA കണക്ട് ചെയ്യുന്ന ഒരു ഐലൻഡ്, പേര് മറന്നുപോയി. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് ഐലൻഡുകൾ കാരണം റഷ്യക്ക് എന്തില്ല, പെർട്ടിക്കുലർലി ഒരു സീഷോർ ഏരിയാസ് ഇല്ല. സോ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ്. വ്ളാഡിവോസ്റ്റോക്ക് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈവേ അല്ല, റെയിൽവേ. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള റെയിൽവേ ആണ് ഈ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ എന്ന് പറയുന്നത്. സോ നമ്മളുടെ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് തൊട്ടിപ്പുറത്ത് വ്ളാഡിവോസ്റ്റോക്കിൽ അവസാനിക്കുന്ന ഒരു റെയിൽവേ നെറ്റ്വർക്കാണ്. കേരളത്തിൽ നിന്ന് പല യൂട്യൂബേഴ്സും ഈ ഒരു ലോങ് ട്രെയിൻ ജേർണി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പണ്ട്, അതായത് ഒരു 1-2 വർഷം മുന്നേ ഏതൊരു വ്ളോഗറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. മലയാളം വ്ളോഗർ, ട്രാവൽ വ്ളോഗറാണ്, ഫുഡ് വ്ളോഗറാണ്, എനിക്ക് തോന്നുന്നു പേര് ഞാൻ മറന്നു. ഈ ഒരു അറേബ്യൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മച്ചാനായിരുന്നു. സോ ഇദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്ക് വരെ എന്ത് ചെയ്തു, ട്രെയിൻ ജേർണി ചെയ്തിട്ടുണ്ടായിരുന്നു. സുജിത് ഭക്തനൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പെർട്ടിക്കുലർലി വീഡിയോസ് കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് മലയാളം യൂട്യൂബേഴ്സ് ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ അവസാനത്തിൽ വരുന്ന സ്ഥലമാണ് ഈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഈ വ്ളാഡിവോസ്റ്റോക്കിനെയും ചെന്നൈനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക വഴി കടന്നു പോകുന്ന ഒരു ജലപാത, മാരിടൈം കൊറിഡോർ ആണ് നമ്മളുടെ ഈ ഒരു പ്രപ്പോസ്ഡ് പ്രൊജക്ടുകളിൽ വരുന്നത്. സോ ഇത് പണ്ടേ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ്. സോ അതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് കൂട്ടാനായിട്ട്, സോ എക്കോണമിക് ഇമ്പാക്ട് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു കാര്യം നോക്കുക. അതോ വൈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഓഫ് റഷ്യ. ഓക്കെ, സോ അത് മനസ്സിലായെന്ന് വിചാരിക്കും. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യവും, മേജർ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു ഇൻഡോ റഷ്യ സബ്മിറ്റിൽ പെടുന്ന കാര്യങ്ങൾ. ഓക്കെ ആണോ? സോ കമ്മിങ് ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ചൈനീസ് 15th 5-year പ്ലാൻ. 2026 മുതൽ 2030 വരെ ചൈന 15ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, സോ 15ാം പഞ്ചവത്സര പ്രഖ്യാപിക്കുമ്പോൾ ചൈന ഒരു 20 ട്രില്യൺ ഡ്രീമിലാണ് 14ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ 14ാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തായിരുന്നു? ഒരു 20 ട്രില്യൺ ഡ്രീമിലാണ്. ഇന്ത്യ എത്ര ട്രില്യൺ ഡ്രീമിലാണ് നിന്നിരുന്നത്? 5 ട്രില്യൺ ഡ്രീമിലാണ് ഇന്ത്യ നിലനിന്നിരുന്നത്. സോ 5 ട്രില്യൺ എക്കോണമിയിലേക്ക് വളരണം എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. എത്ര അന്തരമുണ്ട് നോക്കി, 5 ട്രില്യൺ ടു 20 ട്രില്യൺ. ദെൻ വേറെ എന്തൊക്കെ പ്രത്യേകതകളായിരുന്നു? 14th 5-year പ്ലാൻ. സോ 5-year പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. 5-year പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ഒരു പ്ലാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ നിർമ്മിക്കും. മീൻസ് ആദ്യം തുടങ്ങിയത് നമ്മളുടെ റഷ്യയിലാണ്, പിന്നെ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി കഴിഞ്ഞപ്പോൾ ചൈനയും ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ 5 വർഷത്തേക്ക് അവർ ചെയ്യാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് ഏരിയാസ് അവര്
പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. സോ ഇന്ത്യയിലും ഈ സിസ്റ്റം നെഹ്റുജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ അഗ്രികൾച്ചർ, ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ, ദെൻ 12th 5-year പ്ലാൻ. 5-year പ്ലാൻ എന്ത് ചെയ്തു? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് അറിയാം. ഓക്കെ, എക്കണോമിക്സിന്റെ ബേസിക്കുകൾ. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മളുടെ മോദിജി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? നീതി ആയോഗിനെ കൊണ്ടുവന്നു. സോ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ജനുവരി 1, 2017 അന്ന് മാതൃഭൂമിയുടെ തലക്കെട്ട് ഇങ്ങനെ എന്തോ ആയിരുന്നു, പ്ലാനിംഗ് കമ്മീഷന് പുതിയ നീതി എന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ പ്ലാനിംഗ് കമ്മീഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു സംഘടന ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. ചൈനയിലും റഷ്യയിലും ഒക്കെ ഈ 5-year പ്ലാൻ ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. സോ ചൈനയിൽ ഇപ്പൊ എത്രാമത്തെ 5-year പ്ലാൻ ആണ് എത്തിയിരിക്കുന്നത്? 15th 5-year പ്ലാൻ ആണ് എത്തിയിരിക്കുന്നത്. സോ 14th 5-year പ്ലാൻ 2025 കഴിഞ്ഞു. അത് പ്രകാരം അവർ എസ്റ്റിമേറ്റ് ചെയ്തത് എത്രയാണ്? എസ്റ്റിമേറ്റ് ചെയ്തത് 20 trillion എക്കോണമിയാണ്. സോ ഇറ്റ്സ് എ ഹ്യൂജ് എക്കോണമി. ഇന്ത്യയുടെ 5 trillion എന്ന് പറയുമ്പോൾ ഏകദേശം 4 മടങ്ങാണ്. സോ ഒരു 16-17 trillion എക്കോണമിയിലേക്ക് ചൈന എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഒരു ഹ്യൂജ് അച്ചീവ്മെന്റ് ആണ്. ദെൻ പെർ ക്യാപിറ്റ ഇൻകം നിങ്ങൾ നോക്കണം. പെർ ക്യാപിറ്റ ഇൻകം ഏകദേശം 12,000 ഡോളർ ആണ് അവര് മെയ്ഡ് ചെയ്തിരിക്കുന്ന എന്ത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ദെൻ സസ്റ്റൈനബിളിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ 60% റിന്യൂവബിൾ എനർജിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ആക്കി. സോ അവര് ഹൈ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അറൌണ്ട് 5 to 6% ഗ്രോത്ത് ആര് കാണിക്കുന്നുണ്ട്? ചൈന കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 5% to 6% ഗ്രോത്ത് കാണിക്കുമ്പോൾ അവരെങ്ങനെയാ ഗ്രോ ചെയ്യുന്നത്? അവര് റിന്യൂവബിൾ എനർജിയിലുള്ള എന്താണ് എനർജി കപ്പാസിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഗ്രോ ചെയ്യുന്നത്. ആ ഗ്രോ ചെയ്യുന്നത് 20 trillion ഡോളറിലേക്ക് എത്താൻ പോവുകയാണ്. പിന്നെ എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം 12,000-13,000 ഡോളറിലേക്ക് ഉയരുകയാണ്. സോ അതൊരു ഹ്യൂജ് അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, സോ ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ആദ്യ 10 റാങ്കുകളിൽ ആരുണ്ട്? ചൈനയുണ്ട്. ഇന്ത്യ എവിടെ കിടക്കുന്നു? സോ ഇങ്ങനെയുള്ള എല്ലാ പോയിന്റ് ഓഫ് വ്യൂ കമ്പാരിസൺ നടത്തുമ്പോഴും രണ്ട് വലിയ രാജ്യങ്ങൾ എന്താണ്, നമുക്കിപ്പോൾ പോപ്പുലേഷൻ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചൈനയ്ക്കും ഏകദേശം ഇതേ പോപ്പുലേഷൻ തന്നെയുണ്ട്. സോ രണ്ട് രാജ്യങ്ങളും എന്താണ്, അന്തരമുണ്ട്. എന്തിന്റെ? ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ അന്തരമുണ്ട്. സോ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചൈനയുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം, ചൈനയെ കോമ്പീറ്റ് ചെയ്യുന്നതിന് പകരം അവരായിട്ട് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ UPSC മെയിൻസ് ആൻസർ റൈറ്റിങ്ങുകളിൽ നമ്മൾ ചൈനയെ എന്താക്കണം? മച്ചാനാക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട് ആക്കണം. മനസ്സിലായോ? സോ മൾട്ടി അലൈൻമെന്റ് നമ്മൾ പറയും, അല്ലെങ്കിൽ മൾട്ടി ലാറ്ററലിസം നമ്മൾ പറയും. ഈ അവസരങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ചൈനയെ നമ്മൾ ഫ്രണ്ട് ആക്കണം, അല്ലെങ്കിൽ കോപ്പറേഷൻ. അതിന് ഞാൻ മുന്നേ ഒരു വാക്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ് ദ എലിഫന്റ് ആൻഡ് ഡ്രാഗൺ ഡാൻസ് ടുഗദർ. എലിഫന്റ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്കോണമിയുടെ പ്രതീകവും ചൈനയുടെ എക്കോണമിയെ നമ്മൾ ഡ്രാഗൺ ആയിട്ടാണ് പഴയ എക്കണോമിക്സുകാർ കണക്കാക്കുന്നത്. സോ ഈ രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് ചെയ്യട്ടെ. ലെറ്റ് ദ എലിഫന്റ് ആൻഡ് ഡ്രാഗൺ ഡാൻസ് ടുഗദർ. അങ്ങനെ ഒരു ബുക്കുണ്ട്. സോ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളുടെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങുകളിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വായിക്കുന്നവർക്ക് അത് ഇവൻ എന്തോ അറിയാം എന്നുള്ളൊരു രീതിയിലേക്ക് വരും. ഓക്കെ, സോ ഇദ്ദേഹം പറയുന്നത് ഈ കോർപ്പറേഷൻ എന്ത് ചെയ്യണം എന്നാണ്? ഇൻക്രീസ് ചെയ്യണം എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇദ്ദേഹം സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ പറയുന്നത്. സോ സെക്കൻഡ് പാരഗ്രാഫ് എന്താണ്? മേജർലി ഒരു 4 കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എക്കോണമിക് ആൻഡ് ട്രേഡ് കോർപ്പറേഷൻ. ഒരു 134 ബില്യൺ ഡോളറിന്റെ ഒരു ട്രേഡ് നമ്മൾ ചൈനയുമായിട്ട് നടക്കുന്നുണ്ട്. ഇൻവിസിബിൾസ് ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രേഡുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 120 ബില്യൺ ഡോളറിന്റെ ട്രേഡ് നടക്കുന്നു. അതൊരു എന്താണ്, ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണറാണ് ഇന്ത്യയും ചൈനയും. ഇന്ത്യക്ക് ചൈന. ഓക്കെ, ദെൻ സോ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്യണം. നമ്മളുടെ കുറച്ച് സാധനങ്ങൾ അങ്ങടേക്ക് വിൽക്കാനായിട്ടുള്ള പ്രവർത്തികൾ കൂടിയിട്ട് ചെയ്യണം. ഇതില് ഇൻവിസിബിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ബില്യൺ ഡോളർ മാത്രമേ ഇൻവിസിബിൾസിന്റെ ട്രേഡുകൾ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോർപ്പറേഷൻ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ആണ്.
റയർ എർത്ത് എലമെന്റുകൾക്ക് അവർക്ക് മുൻകൈയുണ്ട്. ഇൻഡസ്ട്രിയൽ മെഷീനറീസ്, ടെക്നോളജീസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചൈന മുൻപന്തിയിലുണ്ട്. ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ മ്യൂച്വലി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഉപയോഗമാകുന്ന രീതിയിൽ യൂസ് ചെയ്യാനായിട്ടുള്ള പ്രക്രിയകൾ നമ്മൾ നടത്തണം. തേർഡ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ കണക്ഷൻ, ബിൽഡിംഗ് ട്രസ്റ്റ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ നാഗാലാൻഡിൽ നിന്ന് വിമാനം കയറിയിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ചൈനീസ് എയർപോർട്ട് അതോറിറ്റിയിലുള്ള ആളുകൾ അധിക്ഷേപിച്ച കാര്യം നമുക്കറിയാം. സോ ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ സിറ്റിസൺസിന് ഉണ്ടാകേണ്ട ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ കാര്യങ്ങളിൽ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ടുണ്ട്, കോർപ്പറേഷൻ ബിൽഡ് ചെയ്യണം. ദെൻ മൾട്ടിലാറ്ററലിസം, വേൾഡ് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം. സോ അതിനനുസരിച്ച് നമ്മളുടെ കോർപ്പറേഷൻ ഷിഫ്റ്റ് ചെയ്യണം. സോ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ നമ്മൾ കണ്ട ആ ഒരു കോർപ്പറേഷൻ റിയൽ ടൈമിൽ അല്ലെങ്കിൽ ബേസ് ലെവലിൽ നമുക്ക് വേണം. സോ ആ ഒരു കാര്യം കൂടി, ഇങ്ങനെ 4 കാര്യങ്ങളിലാണ് ഇദ്ദേഹം ഇന്നത്തെ ഒരു ഡിസ്കഷൻ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ചൈനയുടെ കറന്റ്ലി ഉള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അവസാനത്തെ പോർഷൻ വിട്ടേക്കു. ചൈനയുടെ കറന്റ്ലി ഉള്ള പൊസിഷൻ $20 trillion ഡ്രീം. ദെൻ 60% ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്താണ്? റിന്യൂവബിൾ എനർജി. $13,000 ആർക്കാണ്? പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു കൺട്രിയാണ്. ഇത്രയും വലിയ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും $13,000 എന്താണ് പെർ ക്യാപിറ്റ ഇൻകം കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. സോ നെക്സ്റ്റ് ഒരു 15th 5-year പ്ലാൻ വരുമ്പോഴേക്കും ഇവർ ഫോക്കസ് ചെയ്യുന്നത് മേജർ ക്വാളിറ്റിയിലാണ്. അതായത് ഓരോ പ്രൊഡക്റ്റുകളുടെയും ഓരോ പ്ലാനുകളുടെയും ക്വാളിറ്റിയിലാണ്, ക്വാണ്ടിറ്റി അല്ല. മുന്നേ ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്വാണ്ടിറ്റിയാണ്. അതായത് ഏത് മാർക്കറ്റ് ഉണ്ടെങ്കിലും അവിടെ ചൈനയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു ക്വാണ്ടിഫിക്കേഷനിലാണ് ഇവര് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് അവർ ഇത്രയും വളരാനായിട്ട് കാര്യം. ഇപ്പൊ ചൈന മാർക്കറ്റ് അല്ലെങ്കിൽ ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ പോലും ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഒരു ദിവസം കടന്നു പോകുന്നില്ല പറയുമ്പോൾ അവരുടെ ഒരു ക്വാണ്ടിഫിക്കേഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ അതിൽ നിന്ന് മാറിയിട്ട് ക്വാളിറ്റി, ഇനി അവർ ഇറക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളുടെയും ക്വാളിറ്റികളും അല്ലെങ്കിൽ പ്ലാനുകളുടെ ക്വാളിറ്റിയുമായിരിക്കും 2025 15th 5-year പ്ലാൻ അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പത്രമാധ്യമങ്ങൾ വഴി അറിയാൻ സാധിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു ധ്രുവ പ്ലാറ്റ്ഫോം. അതായത് നമ്മളുടെ പോസ്റ്റ്, നിങ്ങളുടെ വീട്ടില് പോസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? അതായത് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ നിങ്ങൾക്കൊരു കത്ത് അയക്കുകയാണ്. ഈ കത്ത് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കത്ത് ലഭിക്കുന്നത് എങ്ങനെയാണ്? അതിൽ ഒരു പിൻ കോഡ് ഉണ്ടാകും. ഈ പിൻ കോഡുള്ള പോസ്റ്റ് ഓഫീസ് ഏതാണോ ആ പോസ്റ്റ് ഓഫീസിലേക്ക് കത്ത് വരും. അവിടുത്തെ പോസ്റ്റ്മാൻ നിങ്ങളെ കണ്ടുപിടിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ബേസ് എന്താണ്? നിങ്ങളുടെ വിലാസത്തിന്റെ ബേസ് എന്താണ്? ഒരു പിൻ കോഡാണ് അല്ലേ? ആമസോണിലാണെങ്കിൽ എങ്ങനെയാണ്? ആമസോൺ ആണെങ്കിലും പിൻ കോഡുകൾ വെക്കും അല്ലെ? നമ്മൾ അവസാനമായിട്ട് ചെയ്യുമ്പോൾ പിൻ കോഡ് എന്ന് പറയുമ്പോൾ ഏതാണോ നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കാലിറ്റി ആ ഒരു സെന്ററിലേക്ക് നമ്മളുടെ മുംബൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഇരിക്കുന്ന സെല്ലർ നിങ്ങളുടെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കും. അവിടെ അതിനടുത്തുള്ള നിങ്ങളുടെ ഏതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോൺ ആണെങ്കിൽ ആമസോണിന്റെ സർവീസ് സെന്ററിൽ അല്ലെങ്കിൽ ആമസോണിന്റെ കളക്ഷൻ സെന്ററിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരികയും അതിനുശേഷം അവിടുത്തെ ഒരു ലോക്കൽ എംപ്ലോയി അല്ലെങ്കിൽ ഒരു ജിഗ് വർക്കർ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും. സോ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പിൻ കോഡാണ്, പോസ്റ്റൽ ഓഫീസ് നമ്പർ ആണ്. എന്നാൽ ഈ ധ്രുവ ഫ്രെയിംവർക്ക് പ്രകാരം ഇതിനെ നമ്മൾ ഒന്നുകൂടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സോ 12 മീറ്റർ ചുറ്റളവിലുള്ള ഓരോ ഏരിയാസിനും ഒരു പെർട്ടിക്കുലർ കോഡ് കൊടുക്കും. സോ അതിനെയാണ് ഡിജി പിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു വില്ലേജ് ആയിരിക്കും അല്ലെങ്കിൽ ഏകദേശം ഒരു പഞ്ചായത്തിനേക്കാൾ വലിപ്പം ഉണ്ടാവും. അതിനെയാണ് നോർമലി എന്ത് പറയുന്നത്? പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. സോ അത്രയും വലിയ ഏരിയാസിൽ നിന്ന് എന്ത് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഡെലിബറേറ്റ് ചെയ്യുന്നതിന് പകരം യൂണിറ്റ് എന്ന് പറയുന്നത് ഈ 12 മീറ്റർ ഉള്ള ചെറിയ ഘടകങ്ങളായിട്ട് മുറിക്കും. അതിനെയാണ് ഡിജി പിൻ. സോ 12 മീറ്റർ ഉള്ള ഓരോ ഏരിയാസിനും ഓരോ ഡിജി പിൻ കാണും.
ഈ ഡിജി പിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വിർച്വൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്താണ്? സോ ഈ ഡിജി പിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡിജിറ്റൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ matthewpaul@gmail.com എന്ന് പറയുന്നത് പോലെ matthewpaul@dhruva എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഈ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ അഡ്രസ്സ് ഞാൻ ആർക്ക് കൊടുക്കും? ഈ വിർച്വൽ അഡ്രസ്സ് ഞാൻ ഞങ്ങളുടെ ആമസോൺ സെല്ലറിന് കൊടുക്കും. സോ ആമസോൺ സെല്ലറിന് matthewpaul@dhruva എന്ന് പറയുന്ന dhruva.com എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അടിക്കണം. ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് എൻ്റെ പേര്, എൻ്റെ വീട്ടുപേര്, എൻ്റെ ഹൗസ് നമ്പർ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആമസോൺ എന്ന് പറയുന്ന സെല്ലറിന് കൊടുക്കണ്ട. പകരം എൻ്റെ വിർച്വൽ അഡ്രസ് ആയിട്ടുള്ള matthewpaul@dhruva എന്ന് പറയുന്ന അക്കൗണ്ട് മാത്രം, അല്ലെങ്കിൽ ആ ഒരു പേര് മാത്രം കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇതിന് ഫെച്ച് ചെയ്യാൻ സാധിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പഠനാവശ്യത്തിനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എവിടേക്ക് പോയി? ഞാൻ ട്രിവാൻഡ്രത്തിന് പോയി. സോ ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോൾ ഞാൻ അവിടെ എൻ്റെ ഏരിയ ഏതാണോ അവിടെ പുതിയൊരു വിർച്വൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഒരു ജിമെയിൽ അക്കൗണ്ട് രണ്ടാമത് തുടങ്ങുന്ന പോലെ ഓഫീസിന് വേണ്ടിയിട്ടുള്ള ഒരു ജിമെയിൽ അക്കൗണ്ടും എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങുന്ന പോലെ ഞാൻ സെപ്പറേറ്റ് 2 ജിമെയിൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ 2 ധ്രുവ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിജി പിൻ ക്രിയേറ്റ് ചെയ്യും. അതുവഴി ഒരു വിർച്വൽ അഡ്രസ്സ് ഞാൻ വേറെ എടുക്കും. അത് ഞാൻ എൻ്റെ ഒഫീഷ്യൽ വർക്കുകൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ്, ഈ ധ്രുവ ഫ്രെയിം വർക്കിന്റെ പ്രോസസ്സ് നടക്കുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ആധാർ പോലെ, നമ്മളുടെ UPI പിൻ കോഡുകൾ പോലെ, അല്ലെങ്കിൽ UPI പേയ്മെന്റ് സിസ്റ്റം പോലെ ഉള്ള ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മളുടെ സർവീസ് ഡെലിവറിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? ധ്രുവ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇത് മാറിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സിസ്റ്റമായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പോസ്റ്റ് ഓഫീസുകളുടെ നിലവിലുള്ള ഒരു രൂപം തന്നെ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ കറന്റ് നിങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 2 മാസത്തിനിടയിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ടുള്ള എത്ര പേരുണ്ട്? സോ നിങ്ങൾ നോർമലി പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇപ്പൊ പണ്ട് PSC അപ്ലൈ ചെയ്യാനായിട്ട് പോലും പോസ്റ്റ് ഓഫീസിലേക്ക് പോകേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പാരന്റ്സിനോടോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. സോ നിങ്ങൾ PSC അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഫോം കിട്ടും. ആ ഫോം നിങ്ങൾ പോസ്റ്റിൽ അയക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്മസ് സമയം വരുമ്പോൾ ക്രിസ്മസ് കാർഡുകൾ കിട്ടും. ഇത് നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകും. ഓരോ കത്തുകൾ എഴുതുമ്പോഴും നിങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ്മാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കറന്റ് പോസ്റ്റ് ഓഫീസുകൾ എന്താണ്, നമ്മളുടെ ബുക്കുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പാഴ്സലുകൾ അയക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ പോസ്റ്റ് ഓഫീസ് എന്താണ്? പേയ്മെന്റ് ബാങ്കുകൾ, അതായത് ബാങ്കിങ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ഇടാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് കൂടാണ്ട് ഇപ്പോ നമ്മളുടെ എല്ലാ സർവീസ് ഡെലിവറിയും ധ്രുവ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പോസ്റ്റ് ഓഫീസിൽ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ധ്രുവ വന്നു, നമ്മളുടെ ആമസോൺ എന്ന് പറയുന്ന സെല്ലേഴ്സ് എന്ത് ചെയ്യാണ്? ഈ ധ്രുവ പ്ലാറ്റ്ഫോമിലേക്ക് മാറി എന്ന് വിചാരിക്കുക. ഇവരെന്ത് ചെയ്യും? ഇവര് പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ അടുത്തുള്ള ആമസോൺ സർവീസ് സെന്ററുകളിലേക്ക് ഏൽപ്പിക്കില്ല. പകരം എന്ത് ചെയ്യും? നിങ്ങളുടെ ധ്രുവ അക്കൗണ്ടുള്ള ഏത് പോസ്റ്റ് ഓഫീസ് ആണോ ആ പോസ്റ്റ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് പോയിക്കൊള്ളും. നമ്മളുടെ ഈ ഓൺലൈൻ സർവീസ് ഡെലിവറി ബോയ്സ് ഉണ്ടല്ലോ, നമ്മളുടെ വീടുകളിലൊക്കെ ആമസോണിന്റെ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ വരുന്ന പോലെ, അവര് ആരുടെ കീഴിലാണ് കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കറന്റ് നമ്മളുടെ ഈ ആമസോൺ സർവീസ് സെന്ററിന്റെ അടിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു നിയോജക മണ്ഡലത്തിന് ഒരു സർവീസ് സെന്റർ ആയിരിക്കാം എക്സാമ്പിൾ. ഓക്കെ, സോ ഒരു വലിയ ഏരിയയിലേക്ക് 1-2 സർവീസ് ഡെലിവറി ബോയ്സേ ഉണ്ടാകത്തുള്ളൂ. പകരം എന്ത് ചെയ്യും? ഓരോ പോസ്റ്റ് ഓഫീസിന്റെ അണ്ടറിലും ഒരുപാട് സർവീസ്. ഫോർ എക്സാമ്പിൾ എനിക്കിന്ന് ജോലിയില്ല, എനിക്ക് തോന്നുകയാണ് എനിക്ക് ആമസോൺ ഓടാനായിട്ട് പോകണം, അല്ലെങ്കിൽ എനിക്ക് സർവീസ് ഡെലിവറി വഴി കുറച്ച് പൈസ ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്യും? സർവീസ് ഡെലിവറി സെന്ററിലേക്ക് പോകണോ? വേണ്ട. പകരം പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയും അവിടുത്തെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ കൊടുക്കാനുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് പിൻകോഡുകൾ അടിക്കുകയോ അല്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യുകയോ ആപ്പിൽ സ്കാൻ ചെയ്തിട്ട് ഞാനത് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യും. സോ ജിഗ് എക്കോണമി വർക്കേഴ്സിന് ഇത് പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യും. പോസ്റ്റ് വുമണിന്റെയും പോസ്റ്റ് മാനിന്റെയും ജോലി പോവുകയോ
പോകാനായിട്ട് ചിലപ്പോൾ സാധ്യതകൾ ഉണ്ടാകാം. പോകുന്നല്ല, കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മാന്റെ സർവീസ് എന്ന് പറയുന്നത് എന്താണ്, അത്ര എസെൻഷ്യൽ ഒന്നുമല്ല. ഈ സാധനം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്ഥിര ശമ്പളത്തിൽ ഒരാളെ നിൽക്കുന്നതിന് പകരം ജിഗ് എക്കോണമിയിലേക്ക്, കോൺട്രാക്ട് ബേസിസുകളിലേക്ക് ആളെ എടുത്താൽ പോരെ. സോ അങ്ങനെയുള്ള തിങ്കിങ്ങുകളും തോട്ടുകളും ഡിസ്കഷനുകളും പല മീഡിയാസിലും നടക്കുന്നുണ്ട്. സോ ഇതിന് ഇതുവരെ ഒരു ഫ്രെയിം വർക്ക് ആയിട്ടില്ല. പക്ഷേ ഇതിനൊരു എക്സ്റ്റൻഷൻ എവിടെ വരെ പോകാം എന്നുള്ളതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്ത്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ ധ്രുവ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഇനീഷ്യേറ്റീവ് ആണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് എഴുതണം, നമ്മളുടെ പേഴ്സ്പെക്റ്റീവുകൾ ബിൽഡ് ചെയ്യണം. സോ അതിന് ഡിഫറെന്റ് എന്താണ് ആംഗിളുകൾ ഉണ്ട്. എക്കോണമിക് ആംഗിൾ ഉണ്ട്, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ആംഗിളുകൾ ഉണ്ട്, ദെൻ വേറെ എന്തൊക്കെയാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സിന്റെ ആംഗിളുകൾ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആംഗിളുകളിൽ ഈ ധ്രുവ ഫ്രെയിംവർക്കിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ കൂടിയിട്ട് മനസ്സിലാക്കുക. ദെൻ എന്താണ് ഡൗൺ ടു എർത്തിന്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിൾ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തതാണ്, പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ട്. സോ ആ ഒരു കാര്യം നമ്മളിപ്പോ എന്താണ് സ്പെന്ന സ്പെക്ടാബിലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെന്താന കമാരയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഡ് ഇയേർഡ് സ്ലൈഡേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് ഇയേർഡ് സ്ലൈഡറിന്റെ ഒരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. സോ ജനിതകമായിട്ട് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കണ്ടുവരാത്ത, പുറത്തുനിന്ന് ഇൻവൈഡ് ചെയ്ത് വന്നിട്ടുള്ള സ്പീഷീസിനെയാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. സോ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെസ്റ്റേൺ ഘട്ടിനെ നശിപ്പിക്കുന്ന ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ് നമ്മളുടെ എന്താണ് ഈ സെന്ന സ്പെക്ടാബിലിയാസ് എന്ന് പറയുന്ന ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷന്റെ ഒരു ന്യൂസ് കൂടി വന്നപ്പോൾ, സോ ഇന്ത്യസ് നാച്ചുറൽ ഏരിയാസ് ലോസിംഗ് 15,500 സ്ക്വയർ കിലോമീറ്റർ every year to fast spreading invasive alien species. So particularly ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലങ്ങളിൽ ഒന്നാണ് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന ഒരു കാര്യം എന്നുള്ളത് അറിയുക. ഓക്കെ, സോ ഓരോ വർഷവും 15,500 സ്ക്വയർ കിലോമീറ്റർ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് കാരണം നശിക്കപ്പെടുകയാണ്. ദെൻ സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. നെക്സ്റ്റ് ഡിസ്കഷൻ ഇസ് റിലേറ്റഡ് ടു PIB ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്, നമ്മളുടെ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ആണ്. എന്താണ് നമ്മളുടെ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, സോ ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 തുടങ്ങിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 2015 തുടങ്ങിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ഓരോ വർഷവും ഓരോ സ്ഥലങ്ങളിൽ, പെർട്ടിക്കുലർലി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പെർട്ടിക്കുലർ സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്ന ഫെസ്റ്റിവലാണ്. കുറച്ച് എന്താണ് കോൺട്രവേഴ്സസും ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. സോ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ഒരു വിദ്വാൻ എന്ത് പറയും, പുഷ്പവിമാനം ആദ്യം കണ്ടുപിടിച്ചത് എവിടെയാണ്, ഇന്ത്യയിലാണ്, നമ്മളുടെ പ്ലാസ്റ്റിക് സർജറി ആദ്യം കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണെന്നൊക്കെ ഉള്ള അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പ്രമാണിച്ചു കൂടിയിട്ട് ഇങ്ങനെയുള്ള ഏരിയാസ് ചർച്ചയിൽ വരാറുണ്ടായിരുന്നു. സോ ഈ വർഷത്തെ 2025 ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഹരിയാനയിലാണ്. സോ അത് നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. സോ ആ ഒരു പെർസ്പെക്റ്റീവ് കൂടി, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് കൂടിയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ന്യൂസ്, സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ തിങ്കളാഴ്ച നടന്നൊരു ന്യൂസ് ആണ്. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ നടന്നൊരു ന്യൂസ് ആണ്. ആരാണ്, മാക്സ് വെസ്റ്റപ്പനെ കഴിഞ്ഞ 4 ഫോർമുല 1 കാർ റേസിംഗുകളിലും കണക്ട് ചെയ്തുകൊണ്ട് 1ാം സ്ഥാനം നേടിയിരുന്ന മാക്സ് വെസ്റ്റപ്പനെ പിന്നിലാക്കിക്കൊണ്ട് ലാൻഡോ നോറിസ് എന്ന് പറയുന്ന താരം, ഒരു പുതിയ താരത്തിന്റെ ഉദയമാണ് ലാൻഡോ നോറിസിന്റെ ഫോർമുല 1 കാർ റേസിംഗിൽ ഇദ്ദേഹം ഫസ്റ്റ് നേടിയത്. സോ പെർട്ടിക്കുലർലി UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, പക്ഷെ ചില സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് കാരണം ഈ പേര് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട്, എവിടെയെങ്കിലും അല്ല PSC എഴുതുമ്പോഴെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആഡ് ചെയ്ത ഒരു കാര്യമാണ് ലാൻഡോ നോറിസിന്റെ ഫോർമുല 1 റേസിംഗിന്റെ വിജയം. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലേക്ക് കിടക്കുക. മാക്സ് വെസ്റ്റപ്പൻ അല്ല, പല ക്വസ്റ്റ്യനുകളിൽ ഇനി വരാൻ പോകുന്ന ഒരു കാര്യം ഈ മാക്സ് വെസ്റ്റപ്പന്റെ കാര്യമായിരിക്കും. മാക്സ് വെസ്റ്റപ്പൻ കഴിഞ്ഞ 4 വർഷമായിട്ട് എന്തായിരുന്നു, ഈ ഫോർമുല 1 കാർ റേസിംഗിൽ വിജയം നേടിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് ലാൻഡോ നോറിസ് എന്ന് പറയുന്ന ആള് എന്ത് നേടിയിരിക്കുകയാണ്, ഫോർമുല 1 റേസിംഗിന്റെ ടൈറ്റിൽ വിന്നറായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ,